സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ഇന്നലെ രാവിലെ മുതൽ രാത്രി വരെ ചെയ്ത പ്രവൃത്തികളൊക്കെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളതാണ്. ഇതിനെപ്പറ്റി ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് വേറൊരു പാർട്ടിൽ സംസാരിച്ചാണ്. അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണിത്. അപ്പോൾ അന്നേരം തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്മൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കാര്യങ്ങൾ പറയാൻ വേണ്ടി പഠിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കാരണം എന്താണ്, നമ്മുടെ സംസാരത്തിലെ ഭൂരിഭാഗവും നമ്മൾ ഏത് ഭാഷയാണെങ്കിലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുകയും പിന്നെ അതുപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുക, ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മുടെ സംസാരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ പ്രതീക്ഷിക്കുന്ന ഒരു 1000 ലൈക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അന്നേരം നിർത്തിയിട്ട് പോകും. അതുപോലെ തന്നെ നിങ്ങൾ ഒന്നാം പാർട്ട് കണ്ടവർ ഇത് കാണുവാണെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും. എപ്പോഴും നമുക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഓഫീസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് താമസിച്ചെത്തുക എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? അറൈവ് ലേറ്റ് എന്നുള്ളതാണ്. അറൈവ് ലേറ്റ്. അപ്പോൾ അറൈവ് ലേറ്റിന്റെ V2 ആണ് അറൈവ്ഡ് ലേറ്റ്, ED ചേർത്തു അല്ലേ. ഞാൻ എന്നും താമസിച്ചാണ് അല്ലെങ്കിൽ അവൻ എന്നും താമസിച്ചാണ് ഓഫീസിൽ വരുന്നതെന്ന് എങ്ങനെ പറയാൻ വേണ്ടി? ഹി ഓൾവേസ് അറൈവ്സ് ലേറ്റ് ടു ദ ഓഫീസ്. ഞാൻ എന്നും താമസിച്ചാണ് എത്തുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ ഐ ഓൾവേസ് അറൈവ് ലേറ്റ് ടു ദ ഓഫീസ്. ഇന്നലെ താമസിച്ചാണ് എത്തിയത് എന്നാൽ അല്ലെങ്കിൽ കഴിഞ്ഞൊരു കാര്യം നമുക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഐ അറൈവ്ഡ് ലേറ്റ് ടു ദ ഓഫീസ് ലാസ്റ്റ് ഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ എന്ന് പറയാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും യെസ്റ്റർഡേ ലാസ്റ്റ് ഡേ എന്ന് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, നമുക്കറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. ഇനിയിപ്പോൾ അടുത്ത കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുപയോഗിക്കാം? ദെൻ അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ്. ഓഫീസിൽ നിന്നും അത് കഴിഞ്ഞ് എന്ത് ചെയ്തു എന്ന് പറയാൻ വേണ്ടി ദെൻ അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്ന ഗ്രാമർ ഏതാണെന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ഇടപെട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ആണെന്ന് നമ്മൾ പഠിച്ചതാണ്. നമ്മൾ പഠിച്ചത് 4ാമത്തെ ചാപ്റ്ററിലാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ കാര്യങ്ങൾ പറയാം. നമുക്ക് സമയം അറിയാം അല്ലെങ്കിൽ സമയം നമുക്കറിയാം അല്ലെങ്കിൽ സമയമുണ്ട്. ഈ 2 സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ചാപ്റ്റർ 7ൽ പഠിച്ചാണ്. ഇനി ഒരു വെർബിൻ്റെ 3 ഫോംസ്, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അത്രയൊന്നും പോകണ്ട അല്ലേ. നമ്മൾ V1, V2, V3 എന്നാണ് പഠിച്ചത്. ഇത് നമ്മൾ ഏത് ചാപ്റ്ററിലാണ് പഠിച്ചത്? ചാപ്റ്റർ 11ലാണ് നമ്മൾ പഠിച്ചത്. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ 4ൽ നിന്നല്ല തുടങ്ങേണ്ടത്, ചാപ്റ്റർ 1ൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഇനി എല്ലാവരും പറയുന്ന ഒരു പരാതിയുണ്ട്, അതായത് എൻ്റെ ചാപ്റ്ററുകൾ കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്നുള്ളത്. നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ ഏതാണെന്നുള്ളത് അത് ടൈപ്പ് ചെയ്യുക. ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 1 എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 1 കിട്ടും. ചാപ്റ്റർ 4 ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 4 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 4ാമത്തെ ചാപ്റ്റർ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കേണ്ടത്. പണി തുടങ്ങുക. നമ്മൾ ഓഫീസിൽ നിന്ന് കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? പണി തുടങ്ങുകയാണ് അല്ലേ. സ്റ്റാർട്ട് വർക്ക്. ഇപ്പോൾ ഇന്നലത്തെ കാര്യമാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. എന്താണ് സ്റ്റാർട്ടഡ് വർക്ക്? ഐ സ്റ്റാർട്ടഡ് മൈ വർക്ക് അറൗണ്ട് 10. അതിനുശേഷം അല്ലെ, നമ്മൾ ഓഫീസിൽ ചെന്നൊരു കാര്യം പറഞ്ഞു, അതിനുശേഷം എന്നുള്ളത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദെൻ അല്ലെങ്കിൽ ആഫ്റ്റർ ദാറ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. ദെൻ ഐ സ്റ്റാർട്ടഡ് മൈ വർക്ക് അറൗണ്ട് 10. ഏകദേശം 10 മണിയായപ്പോഴേ ഞാൻ എൻ്റെ പണി തുടങ്ങി. ഹി യൂഷ്വലി സ്റ്റാർട്ട്സ് ഹിസ് വർക്ക് അറൗണ്ട് 10. ഇവിടെ ഹി വന്നത് കൊണ്ടാണ് എന്ത് വന്നത്? V1S വന്നത്. നമ്മൾ ചാപ്റ്റർ 4ൽ പഠിച്ചാണ് അല്ലേ. ഐ ആണെന്നുണ്ടെങ്കിലോ സ്റ്റാർട്ടേ വരുള്ളൂ അല്ലേ. അപ്പോൾ യൂഷ്വലി എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ അങ്ങനെയാണ്. ഐ യൂഷ്വലി സ്റ്റാർട്ട്സ് എന്ന് പറയത്തില്ല, ഐ യൂഷ്വലി സ്റ്റാർട്ട് എന്നാണ് പറയുന്നത്. ഹി ആണെങ്കിലോ ഹി യൂഷ്വലി സ്റ്റാർട്ട്സ് എന്നാണ് പറയേണ്ടത്. ഞാനൊരു ബ്രേക്ക് എടുത്തു എന്നുള്ളതിന് എങ്ങനെ പറയാൻ പറ്റും? ഹാവ് എ ബ്രേക്ക്. ബ്രേക്ക് എടുത്തായിരുന്നു, ഹാഡ് എ ബ്രേക്ക്. ഇനിയിപ്പോഴേ ഈ ഹാവ്, ഹാസ്, ഹാഡ് ഒക്കെ നമ്മൾ പഠിച്ചത് ചാപ്റ്റർ 13ലാണ്. ഇനിയിപ്പോഴേ നമുക്ക് പറയാം ഐ ഹാഡ് എ ബ്രേക്ക് ആൻഡ് ഐ ഹാഡ് സം കോഫി അല്ലെങ്കിൽ ഹാഡ് സം ടീ. ഇവിടെ ശ്രദ്ധിക്കുക, ആൻഡ് ഐ ഹാഡ് എന്ന് ഞാൻ പറഞ്ഞില്ല, ആൻഡ് ഹാഡ് സം ടീ എന്ന് പറഞ്ഞല്ലോ അല്ലേ. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്നെ തന്നെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഐ ഉപയോഗിക്കാതിരുന്നത്. ഇപ്പോൾ എങ്ങനെ പറയാം? ഐ ഹാഡ് എ ബ്രേക്ക് ആൻഡ് ഹാഡ് സം ടീ. എടുത്തു എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഹാഡ് ഉപയോഗിച്ചല്ലേ. പക്ഷേ 2ാമത്തെ ഹാഡ്, ചുമല നിറത്തിലുള്ള ഹാഡ് ഉപയോഗിച്ചിരിക്കുന്നത് കുടിച്ചു എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഐ ഡ്രാങ്ക് സം കോഫി അല്ലെങ്കിൽ ഡ്രാങ്ക് സം ടീ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെ ഡ്രാങ്കിനേക്കാളും ആൾക്കാർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഹാവ്, ഹാഡ് എന്നുള്ളത് കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഉച്ചയൂണ് കഴിക്കുക, ഹാവ് അല്ലെങ്കിൽ ഈറ്റ് ലഞ്ച്. അത് ഉച്ചയൂണ് കഴിച്ചായിരുന്നു. അതിൻ്റെ V2 എന്താണ്? ഹാഡ് അല്ലെങ്കിൽ എയ്റ്റ് ലഞ്ച്. പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞല്ലോ. അപ്പോൾ കഴിക്കുക എന്നുള്ളതിന് ഹാവ് ആണ് ബെറ്റർ, അങ്ങനെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഈറ്റ് അങ്ങനെ ഉപയോഗിക്കാറില്ല. വി ഹാവ് ലഞ്ച് അറൗണ്ട് 1 o'clock. ഇത് ഈ പറഞ്ഞിരിക്കുന്ന നീലക്ഷരത്തിൽ ഞാൻ കൊടുത്തിരിക്കുന്ന വി ഹാവ് ലഞ്ച് അറൗണ്ട് 1 o'clock എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ 1 മണിക്കാണ് ഭക്ഷണം കഴിക്കുന്നത് എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്.
അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നുള്ളതാണ്. കാരണം എന്താണ്, അവിടെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലേ. അവൻ 1 മണിക്കാണ് സാധാരണ ഭക്ഷണം കഴിക്കുന്നതെന്ന് അങ്ങനെ പറയാൻ പറ്റും. ഹി ഹാവ് വരുമോ? നോ, ഹാസ് ആണ് വരുന്നത്. ഹി ഹാസ് ലഞ്ച് അറൗണ്ട് 1 o'clock. ഈ യൂഷ്വലി അല്ലെങ്കിൽ വി യൂഷ്വലി എന്നുള്ളത് പറയാമല്ലോ, തീർച്ചയായിട്ടും അങ്ങനെ വേണമെങ്കിൽ പറയാം. യൂഷ്വലി പറഞ്ഞില്ലെങ്കിലും അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. കാരണം എന്താണ്, നമ്മളത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിക്കുന്നത്. ഒരുപാട് കൺഫ്യൂസ്ഡ് ഒന്നും ആകണ്ടാണ്. കാരണം നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചാണ്. ഇനി അത്രയൊന്നും പോകണ്ട അല്ലേ. നമ്മൾ ഗ്രാമർ പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. എങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോയതേ ഉള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞത്, ഞാൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ലഞ്ച് കഴിച്ചായിരുന്നു. ഐ ഹാഡ് ലഞ്ച് അറൗണ്ട് 2 o'clock. പണി തീർക്കുക, പണി കൊടുക്കുകയല്ല, പണി തീർക്കുക എന്നെങ്ങനെ പറയാം? ഫിനിഷ് ദ വർക്ക്. അപ്പോഴതിൻ്റെ V2 പാസ്റ്റ് ടെൻസിൽ തന്നെ ഉപയോഗിക്കാം, ഫിനിഷ് ദ വർക്ക്. ഐ ഫിനിഷ് വർക്ക് അറൗണ്ട് 6 in the evening. ഞാൻ സാധാരണ 6 മണിക്കാണ് എൻ്റെ പണി തീർക്കുന്നത്. അതാണ് അവിടെ ഉപയോഗിച്ചിരുന്നത്. ഐ ഫിനിഷ്, കാരണം അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിച്ചത്. ഐ ഫിനിഷ് വർക്ക് അറൗണ്ട് 6 in the evening. ഇവിടെ ശ്രദ്ധിക്കുക, ഹി ആണെങ്കിലോ ഹി ഫിനിഷസ് ഹിസ് വർക്ക് അറൗണ്ട് 6 in the evening. ഞാൻ പണി തീർത്തായിരുന്നു അല്ലേ, അതാണല്ലോ നമ്മൾ പറഞ്ഞത് പാസ്റ്റ് ടെൻസിൽ. ഐ ഫിനിഷ്ഡ് ദ വർക്ക് അറൗണ്ട് 6 in the evening. അവിടെ ഞാൻ പണി തീർത്ത ഇന്നലത്തെ കാര്യം അല്ലെങ്കിൽ കഴിഞ്ഞു പോയൊരു കാര്യമാണ് പറയുന്നത് അല്ലേ. ജോലി കഴിഞ്ഞിറങ്ങുക, നമ്മൾ വൈകുന്നേരം ജോലി കഴിഞ്ഞിറങ്ങുക. ലീവ് ദ വർക്ക്, അതിൻ്റെ പാസ്റ്റ് ടെൻസ് അല്ലെങ്കിൽ V2 ലെഫ്റ്റ് ദ വർക്ക്. ഹി യൂഷ്വലി ലീവ്സ് ദ വർക്ക് അറൗണ്ട് 6. അവൻ സാധാരണ 6 മണിക്കാണ് ഇറങ്ങുന്നത്. ഇനി അവിടെ യൂഷ്വലി ഉപയോഗിച്ചില്ലെങ്കിലും അത് തന്നെയാണ് അർത്ഥം. ഹി ലീവ്സ് ദ വർക്ക് അറൗണ്ട് 6 എന്ന് പറഞ്ഞാലും അവിടെ അതേ അർത്ഥമാണ് വരുന്നത്. ഇന്നലത്തെ കാര്യം ഐ ലെഫ്റ്റ് വർക്ക് അറൗണ്ട് 7. അധിക സമയം ജോലി ചെയ്യുക, വർക്ക് ഓവർ ടൈം. അതിൻ്റെ V2 വർക്ക്ഡ് ഓവർ ടൈം. ഹി വർക്ക്സ് ഓവർ ടൈം എവറി ഫ്രൈഡേ. അവനെങ്ങനെയാണ്, ഹി വന്നുകൊണ്ടാണ് വർക്ക്സ് പോകുന്നത് അല്ലേ. അവൻ എല്ലാ വെള്ളിയാഴ്ചയും കൂടുതൽ സമയം ജോലി ചെയ്യും, ഓവർ ടൈം ചെയ്യും. കാരണം കുറച്ച് വർക്ക് കാണും അല്ലേ മിച്ചമായിട്ടുള്ളത്, അത് തീർക്കാൻ വേണ്ടിയാണ്. ഹി വർക്ക്സ് ഓവർ ടൈം എവറി ഫ്രൈഡേ. ഐ വർക്ക്ഡ് ഓവർ ടൈം ആസ് മൈ ബോസ് ഗേവ് മീ സം എക്സ്ട്രാ വർക്ക്. ഞാൻ ഇന്നലത്തെ കാര്യമാണ് പറഞ്ഞത്, ഞാൻ ഇന്നലെ വർക്ക് ചെയ്തു അല്ലേ. പിന്നെ അവിടെ ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ടില്ലേ ഉള്ളൂ, പക്ഷെ നമ്മൾ ഇന്നലത്തെ പറ്റിയാണല്ലോ സംസാരിക്കുന്നത് അല്ലേ. ഞാൻ എന്ത് ചെയ്തു, ഞാൻ അധികം ജോലി ചെയ്തു. കാരണം എന്താണ്, ആസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബിക്കോസ് എന്നുള്ള അർത്ഥമാണ്. ബിക്കോസ് മൈ ബോസ്, എൻ്റെ ബോസ് ഗേവ് മീ സം എക്സ്ട്രാ വർക്ക്. അവസാനം ഇറങ്ങാൻ നേരത്ത് കുറച്ച് പണി തന്നല്ലേ, അതുകൊണ്ടാണ്. അവിടെ നിന്ന് ഇറങ്ങി പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നു. ബൈ ഗ്രോസറീസ്. അപ്പോൾ ഈ പലചരക്ക് സാധനത്തിൻ്റെ ഇംഗ്ലീഷ് എന്തെന്ന് മനസ്സിലല്ലോ, ഗ്രോസറീസ് എന്നുള്ളതാണ്. അതിൻ്റെ V2 ആണ് ബോട്ട് ഗ്രോസറീസ്. ഐ ബൈ ഗ്രോസറീസ് ഫ്രം സലിംസ് ഷോപ്പ്. സലിമിൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ സാധാരണ പലചരക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അല്ലെ പലവ്യഞ്ജന സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഐ ബോട്ട് ഗ്രോസറീസ് ഫ്രം സലിം ഷോപ്പ്. ഞാൻ വാങ്ങിച്ചായിരുന്നു, ഇന്നലെ ഞാൻ വാങ്ങിച്ചു. അവിടുന്ന് സലിമിൻ്റെ കടയിൽ നിന്ന് പലചരക്ക് സാധനങ്ങൾ വാങ്ങിച്ചു. ഐ ബോട്ട് ഗ്രോസറീസ് ഫ്രം സലിം ഷോപ്പ്. ഇവിടെ ബ്രിങ് എന്ന് പറഞ്ഞൊരു ഒരു വെർബുണ്ട് അല്ലേ. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിൻ്റെ V2 നിന്ന് ബ്രോട്ടാണ്. ശ്രദ്ധിക്കുക, ഇത് ബൈയുടെ V2 എന്താണ്, ബോട്ട്. നമ്മുടെ വെള്ളത്തിൽ കൂടെ പോകുന്ന ബോട്ടില്ലേ, അതേ പ്രൊനൗൺസിയേഷനാണ് വരുന്നത്. അത്താഴം തയ്യാറാക്കുക, കുക്ക് ഡിന്നർ. അതിൻ്റെ V2 ആണ് കുക്ക്ഡ് ഡിന്നർ. ഐ കുക്ക് ഡിന്നർ ആഫ്റ്റർ മൈ ഈവനിങ് പ്രേയേഴ്സ്. സാധാരണ ഞാൻ എൻ്റെ സന്ധ്യാനേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് എന്ത് അത്താഴം തയ്യാറാക്കുന്നത്. ഐ കുക്ക് ഡിന്നർ ആഫ്റ്റർ മൈ ഈവനിങ് പ്രേയേഴ്സ്. അവൻ അത്താഴത്തിന് ശേഷമാണെന്ന് എങ്ങനെ പറയുന്നത്, ഹി കുക്സ് ഡിന്നർ ആഫ്റ്റർ ഹിസ് ഈവനിങ് പ്രേയർ. ഐ കുക്ക്ഡ് ഡിന്നർ അറൗണ്ട് 8. അതായത് പാസ്റ്റ് ടെൻസിൽ പറഞ്ഞ ഇന്നലത്തെ കാര്യമാണ്. ഞാൻ 8 മണിക്കാണ് ഡിന്നർ തയ്യാറാക്കിയത്. ഐ കുക്ക്ഡ് മൈ ഡിന്നർ അറൗണ്ട് 8. അത്താഴം കഴിക്കുക, ഹാവ് അല്ലെങ്കിൽ ഈറ്റ് ഡിന്നറാണ്. അതിൻ്റെ V2 ആണ് ഹാഡ് അല്ലെങ്കിൽ എയ്റ്റ് ഡിന്നർ. ഞാൻ പറഞ്ഞു എപ്പോഴും നല്ലത് ഈറ്റിനേക്കാളും നല്ലത് ഹാവ് ഉപയോഗിക്കുന്നതാണ്. ഐ ഓൾവേസ് ഹാവ് ഡിന്നർ വിത്ത് മൈ ഫാമിലി. ഞാൻ എപ്പോഴും എൻ്റെ കുടുംബത്തോടൊപ്പം ഇരുന്നാണ് ഞാൻ അത്താഴം കഴിക്കുന്നത്. ഐ ഹാഡ് ഡിന്നർ വിത്ത് മൈ ഫാമിലി. ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പമാണ് ഡിന്നർ കഴിച്ചത്. കഴിഞ്ഞ കാര്യമാണ് അല്ലേ. മേശയൊക്കെ വൃത്തിയാക്കി സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക. അപ്പോൾ നമ്മൾ കഴിച്ച് അങ്ങനെ ചെയ്യാറുണ്ടല്ലോ. അതിന് ഇംഗ്ലീഷിൽ എന്താണ് പറയുന്നത്? ക്ലിയർ ദ ടേബിൾ എന്നാണ് പറയുന്നത്. അതിൻ്റെ V2 ആണ് ക്ലിയർ ദ ടേബിൾ. ഐ ക്ലിയർ ദ ടേബിൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡിന്നർ. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അതിൻ്റെ ശീലമാണ് പറയുന്നത് അല്ലേ. ഐ ക്ലിയർ ദ ടേബിൾ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദ ഡിന്നർ. ഇനി ഞാൻ ചെയ്തായിരുന്നു ഇന്നലത്തെ കാര്യം. ഐ ക്ലിയർഡ് ദ ടേബിൾ. റേഡിയോ കേൾക്കുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. ലിസൺ ടു ദ റേഡിയോ. ഹിയർ ടു ദ റേഡിയോ എന്ന് പറയാറില്ല, സാധാരണ ലിസൺ ടു ദ റേഡിയോ എന്നാണ് പറയുന്നത്. ലിസൺ. ഐ ലിസൺ ടു റേഡിയോ വൈൽ ഐ ടേക്ക് ബാത്ത്. ഞാൻ
കുളിക്കുമ്പോൾ സാധാരണ റേഡിയോ കേൾക്കാറുണ്ട്. ഐ ലിസൺ ടു ദ റേഡിയോ വൈൽ ഐ ടേക്ക് ബാത്ത്. ഞാൻ ഇന്നലെ റേഡിയോ കേട്ടായിരുന്നു. ഐ ലിസൺ ടു ദ റേഡിയോ. ടി വി കാണുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? സി ടി വി അല്ല, എന്താണ്? വാച്ച് ടി വി ആണ്. നമ്മൾ പറഞ്ഞാണ് ഇതിനെ പറ്റി അല്ലേ? അതിൻ്റെ V2 ആണ് വാച്ച് ടി വി. ഐ വാച്ച് ടി വി വിത്ത് മൈ ഡോട്ടർ. ഞാൻ സാധാരണ എൻ്റെ മകളുടെ കൂടെ ഇരുന്നാണ് ടി വി കാണുന്നത്. ഐ വാച്ച് ടി വി വിത്ത് മൈ ഡോട്ടർ. ഇന്നലെ ഞാൻ കണ്ടായിരുന്നു. ഐ വാച്ച് ടി വി വിത്ത് മൈ ഡോട്ടർ. ചായ കുടിക്കുക, ഡ്രിങ്ക് അല്ലെങ്കിൽ ഹാവ് കോഫി അല്ലെങ്കിൽ ടീ. ഇപ്പോൾ ചായ ആണെങ്കിൽ ടീ അല്ലെങ്കിൽ കാപ്പിയാണ് കോഫി അല്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞു അവിടെയും ഈറ്റ് എന്നുള്ളതിന് പകരം നമുക്ക് ഹാവ് ഉപയോഗിക്കാം, ഡ്രിങ്കിന് പകരം ഹാവ് ഉപയോഗിക്കാം. ഹാവ് ആണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് ഇപ്പോൾ കുടിച്ചായിരുന്നു, അതിൻ്റെ V2 എന്താണ്? ഹാഡ് കോഫി അല്ലെങ്കിൽ ഡ്രാങ്ക് കോഫി. ഐ ഹാവ് എ ബ്ലാക്ക് ടീ ആഫ്റ്റർ മൈ ഡിന്നർ. സാധാരണ ഞാൻ ഡിന്നറിന് ശേഷം ഒരു കടും ചായ കുടിക്കാറുണ്ട്. അതാണ് ബ്ലാക്ക് ടീ. ഐ ഹാവ് എ ബ്ലാക്ക് ടീ ആഫ്റ്റർ മൈ ഡിന്നർ. ഇനി ഞാൻ ഇന്നലെ ഒരു കടും കാപ്പി കുടിച്ചായിരുന്നു. ഐ ഹാഡ് എ ബ്ലാക്ക് കോഫി. പാത്രം കഴുകുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷാണ് ഡു ദ ഡിഷസ്. അപ്പോൾ നമുക്ക് വാഷ് ദ ഡിഷസ് എന്ന് പറയാം, തീർച്ചയായിട്ടും പറയാം. പക്ഷേ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന എന്താണ്? ഡു ദ ഡിഷസ് എന്നുള്ളതാണ്. അപ്പോഴേ പാത്രം കഴുകിയായിരുന്നു എന്നുള്ളത് എങ്ങനെ പറയാൻ വേണ്ടി? ഡിഡ് ദ ഡിഷസ് അല്ലെങ്കിൽ വാഷ്ഡ് ദ ഡിഷസ്. ഐ ഡു ഡിഷസ് യൂഷ്വലി അറൗണ്ട് 10. ഞാൻ സാധാരണ 10 മണിക്കാണ് പാത്രങ്ങൾ കഴുകി വെക്കാറുള്ളത്. ഒരു ശീലമാണ് അല്ലേ? ഐ ഡിഡ് ദ ഡിഷസ്. ഞാൻ പാത്രം കഴുകിയായിരുന്നു. പട്ടിയായിട്ട് നടക്കാൻ ഇറങ്ങുക. സാധാരണ ചില ടൗണിലൊക്കെ നമുക്ക് കാണാമല്ലോ, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിങ്ങനെ പട്ടിയായിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാമല്ലോ. അപ്പോൾ അതിനെന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത്? വോക്ക് ദ ഡോഗ് എന്നാണ്. അതിൻ്റെ V2 ആണ് വോക്ക് ദ ഡോഗ്. വോക്ക്ഡ് ED വോക്ക് ദ ഡോഗ്. ഐ വോക്ക് ദ ഡോഗ് അറൗണ്ട് അവർ ഹൗസ്. ഞാൻ സാധാരണ പട്ടിയായിട്ട് ഇറങ്ങാറുണ്ട്. അതാണ് അവിടെ പറഞ്ഞത്. ഐ വാക്ക് ദ ഡോഗ് അറൗണ്ട് അവർ ഹൗസ്. പക്ഷെ ഇന്നലെ ഞാൻ പട്ടിയായിട്ട് നടന്നായിരുന്നു. ഐ വാക്ക് ദ ഡോഗ് അറൗണ്ട് അവർ ഹൗസ്. വാക്ക്ഡ്. പത്രം വായിക്കുക. നമ്മൾ എപ്പോഴും വേണമെങ്കിലും പത്രം വായിക്കും അല്ലേ? അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞ ഉദ്ദേശിച്ചത് റീഡ് ദ ന്യൂസ് പേപ്പർ. അതിൻ്റെ പാസ്റ്റ് ടെൻസ് റെഡ് ദ ന്യൂസ് പേപ്പർ എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ V3 റെഡ് തന്നെയാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എഴുതുന്ന ഒരുപോലെയാണ്. RED റെഡ് അല്ല, READ തന്നെയാണ്. പക്ഷേ വായിക്കുന്നത് എന്താണ്? റെഡ് എന്നാണ്. ഇവിടെ V1 റീഡ് ആണ്, അതിൻ്റെ V2 റെഡ്. പക്ഷേ എഴുതുന്ന സ്പെല്ലിങ് പിന്നെ READ തന്നെയാണ് അല്ലേ? അതിൻ്റെ V3 റെഡ് ആണ്, എഴുതുന്നതും READ എന്ന് തന്നെയാണ്. ഐ റീഡ് ദി ന്യൂസ് പേപ്പർ എവറി നൈറ്റ്. ഞാൻ എല്ലാ ദിവസവും രാത്രി ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഐ റീഡ് ദി ന്യൂസ് പേപ്പർ എവറി നൈറ്റ്. ഞാൻ ന്യൂസ് പേപ്പർ വായിച്ചായിരുന്നു. ഐ റെഡ് ദ ന്യൂസ് പേപ്പർ. ഐ റെഡ് ദ ന്യൂസ് പേപ്പർ. കൂട്ടുകാരുടെ കൂടെ പുറത്തു പോവുക. ഗോ ഔട്ട് വിത്ത് ദ ഫ്രണ്ട്സ്. ഗോ ഔട്ട് വിത്ത് ദ ഫ്രണ്ട്സ്. അപ്പോൾ പുറത്ത് പോയി എന്നങ്ങനെയാണ് പറഞ്ഞത്. വെൻറ്റ് ഔട്ട് വിത്ത് ദ ഫ്രണ്ട്സ്. ഐ യൂഷ്വലി ഗോ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് സാറ്റർഡേ ഈവനിങ്. ഞാൻ സാധാരണ ശനിയാഴ്ച രാത്രികളിൽ അല്ലെങ്കിൽ വൈകുന്നേരം എൻ്റെ സുഹൃത്തുക്കളുമായി പുറത്തു പോകാറുണ്ട്. ഐ യൂഷ്വലി ഗോ ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ് സാറ്റർഡേ ഈവനിങ്. ഐ വെൻറ്റ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ പോയി. ഐ വെൻറ്റ് ഔട്ട് വിത്ത് മൈ ഫ്രണ്ട്സ്. സുഹൃത്തിനെ ഫോൺ വിളിക്കുക. കോൾ എ ഫ്രണ്ട്. ഫോൺ വിളിച്ചു എന്നുള്ളത് കോൾഡ് എ ഫ്രണ്ട്. എ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏതൊരു സുഹൃത്തോ ഒരു സുഹൃത്തേ എന്നുള്ളൂ. അതാണ് എ ഫ്രണ്ട് എന്ന് പറഞ്ഞത്. ഐ കോൾ മൈ ഫ്രണ്ട്സ് വൺസ് ഇൻ എ ഫോർട്ട്നൈറ്റ്. ഇവിടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ 2 ആഴ്ചയിൽ ഒരിക്കൽ വിളിക്കാറുണ്ട്. അപ്പോൾ 2 ആഴ്ച എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണ്? ഫോർട്ട്നൈറ്റ്. എന്താണ്? ഫോർട്ട്നൈറ്റ്. ഐ കോൾഡ് മൈ ഫ്രണ്ട്സ്. എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ വിളിച്ചു. ഹോംവർക്ക് ചെയ്യുക. ഡു ഹോംവർക്ക്. അപ്പോൾ അതിൻ്റെ V2 ആണ് ഡിഡ് ഹോംവർക്ക്. ഐ ഡോണ്ട് ഡു ഹോംവർക്ക്. ഞാൻ ഹോംവർക്ക് ചെയ്യാറേ ഇല്ല. അവിടെ ഡു എന്നുള്ളതിന് ചെയ്യുക എന്നുള്ളതാണ്. ഡോണ്ട് എന്നുള്ളതിന് അവിടുത്തെ ഡു വ്യത്യസ്തമാണ്, ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഞാൻ കഴിക്കാറേ ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐ ഡോണ്ട് ഈറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭക്ഷണം കഴിക്കാറില്ല. ഡോണ്ട് ഈറ്റ് അല്ലേ? ഇവിടെ ഐ ഡോണ്ട് ഡു ഹോംവർക്ക്. ആ ഡു രണ്ടാമതൊന്ന ഡൂവിനർത്ഥം ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഹോംവർക്ക് ചെയ്യാറേ ഇല്ല എന്നുള്ളതാണ്. ഐ ഡോണ്ട് ഡു ഹോംവർക്ക്. ഞാൻ ഉറങ്ങാറേയില്ല. ഐ ഡോണ്ട് സ്ലീപ്പ് അല്ലേ? അവൻ ഉറങ്ങാറില്ല. ഹീ ഡസൻറ്റ് സ്ലീപ്പ്. കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തുക എന്നുള്ളത് നമ്മൾ സാധാരണ താരാട്ടൊക്കെ പാടി അല്ലെങ്കിൽ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ള പിള്ളേരെ ഉറക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത്? പുട്ട് ദ ചിൽഡ്രൻ ടു ബെഡ്. പുട്ട് ദ ചിൽഡ്രൻ ടു ബെഡ്. അതിൻ്റെ V2 എന്താണ്? പുട്ട് ദ ചിൽഡ്രൻ ടു ബെഡ് തന്നെയാണ്.
കാരണം എന്താണ്, ഈ പുട്ടിൻ്റെ V1 V2 V3 എന്നുള്ളത് പുട്ടാണ്. ശ്രദ്ധിക്കുക, ഇവിടെ 3 പുട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. പുട്ട് V1 V2 V3 അത് തന്നെയാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സാധാരണ 11 മണിക്കാണ് ഉറക്കാൻ കിടത്തുന്നത് എന്നങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വി പുട്ട് അവർ ചിൽഡ്രൻ ടു ബെഡ് അറൗണ്ട് 11 o'clock. ഞങ്ങൾ സാധാരണ അങ്ങനെ ചെയ്യുന്നു. വി പുട്ട് അവർ ചിൽഡ്രൻ ടു ബെഡ് അറൗണ്ട് 11 o'clock. ഞാൻ ഇസക്കുട്ടിയെ ഇന്നലെ 11 മണിക്കാണ് ഉറക്കിയത് എന്നങ്ങനെ പറയാൻ വേണ്ടി പറ്റും. ഐ പുട്ട് ഇസക്കുട്ടി ടു ബെഡ് അറൗണ്ട് 11 o'clock. ഉറങ്ങാൻ കിടക്കുക എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ഗോ ടു ബെഡ്. ഇനി അതിൻ്റെ V2 ആണ് വെൻ ടു ബെഡ്. അവൻ സാധാരണ 11:30ക്കാണ് ഉറങ്ങാൻ കിടക്കുന്നത് എന്നങ്ങനെ പറയാൻ പറ്റും. ഹി ഗോസ് ടു ബെഡ് അറൗണ്ട് 11:30. അപ്പോൾ എന്താണ് ഈ 11:30 എന്ന് പറഞ്ഞത് അല്ലേ? നമ്മൾ സമയം എങ്ങനെ പറയാം എന്നുള്ളത് നമ്മൾ ചാപ്റ്ററിൽ പഠിച്ചാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പുറകെ പോയി അത് നോക്കുക, അത് കാണുക, സമയങ്ങൾ എങ്ങനെയാണ് പറയുന്നുള്ളത്. അപ്പോൾ നമുക്ക് 11:30 എന്ന് പറയാം, തീർച്ചയായിട്ടും പറയാം, ആൾക്കാർക്ക് കാര്യം മനസ്സിലാവും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഉദ്ദേശം തന്നെ അതാണല്ലോ അല്ലേ, മനസ്സിലാക്കുക എന്നുള്ളത്. പക്ഷേ ഇവിടെ ഞാൻ 11:30ക്കാണ് ഉറങ്ങുന്നതെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഐ ഗോ ടു ബെഡ് അല്ലേ. ഇവിടെ ഹി വന്നുകൊണ്ടാണ് ഗോസ് വന്നത്. ഞാൻ ഇന്നലെ 11 മണിക്കാണ് ഉറങ്ങിയത് അല്ലെ, ഉറങ്ങാൻ പോയത്. ഐ വെൻ ടു ബെഡ് അറൗണ്ട് 11. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ ചാപ്റ്റർ മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലസ് യു.